ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 76-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 76-ാം വാക്യം. നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല പാസ്റ്ററെ, നീ ഇനി പറയത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ, നീ ഇനി പറയത്തില്ല. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പോർട്ടലുകൾ ഓപ്പണായി വരികയാണ്. ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് അസാധാരണമായി കണക്റ്റ് ആകാൻ പോകുന്ന ദിവസങ്ങളാണ്. നിന്റെ പ്രാർത്ഥനാ സമയത്ത് നീ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ ദൈവ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥന മുറി നീ ഭൂതങ്ങളെയും പിശാചുക്കളെയും കണ്ട ഒരു കാലമുണ്ട്. പക്ഷേ അതിനപ്പുറം നീ ദൂതന്മാരെയും ദൈവമഹത്വത്തെയും കാണാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം നിന്നെ വാരി പിടിക്കുന്നു. ദൈവ സാന്നിധ്യം നിന്നെ വാരി പിടിക്കുന്നു. Yes, the glory is touching you. Allah smartaniya. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. La 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 la. Ramba 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 shala. Dura dula katta kara chera teri. Ara para kasi bala. Spiritual open ആകാൻ ഒരു പാട്ടിന്റെയും വാൽ എനിക്ക് ആവശ്യമില്ല. ദൈവത്തിന്റെ കൃപയുള്ളിടത്ത് ആത്മമണ്ഡലം തുറന്നു വരും. സേനാചാര്യ, സേനയുടെ രാജാ, സേനയുടെ രാജാ, സൈന്യങ്ങളുടെ യഹോവേ, സൈന്യങ്ങളുടെ യഹോവേ, സൈന്യങ്ങളുടെ യഹോവേ. രതന മഹസതന മഹസതന അകതന മംഗതന മംഗചംഗ തംഗ ചക്കതാല വട്ടബലഞ്ചല മൗടിക രക്ഷക രത്തിരി കച്ചകാര ദൂരം പ്രേമശേലം ധീകം ചാരം വർത്തകാലം Samdara Jaranjara Jaraja Charajara Udajana Kalakasi Kachakara Gadagacha Vatanadi Arthaparachanadara. And the glory is filling the temple, and the glory is filling the bodies. ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ ചലിച്ചോ, ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ ചലിച്ചോ. Heaven's portal is open. ദൈവത്തിന്റെ സ്വർഗ കവാടം തുറന്നു കിടക്കുന്നു. ദൂതന്മാർ ഇറങ്ങി കയറുന്നു. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. ചിലരെ മാത്രം ദൈവം തൊടുന്നു. ഒരു കഠിനമായ മൂർച്ചയോടുകൂടെ ദൈവം ചിലരെ തൊടുന്നു, തൊടുന്നു, തൊടുന്നു. Lateni, lateni, Yeshua, 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 Yeshua. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ.
പുസ്തകത്തിൽ യിരെമ്യാവിന്റെ പുസ്തകം 23 അധ്യായം അതിന്റെ 18 വാക്യത്തിൽ ചോദിക്കുക, എൻ്റെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നവനാർ, അവൻ്റെ ശബ്ദം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവനാർ. പക്ഷെ അതിൻ്റെ 21 വാക്യത്തിൽ പറയുകയാണ്, നിൽക്കാനും ഇരിക്കാനും ഒരുത്തനെ ദൈവം അന്വേഷിക്കുക. ഒരിക്കൽ കൂടെ ആ 18 വാക്യം ഒരിക്കൽ കൂടെ. ആമേൻ. നിന്നവനാർ, കേട്ട് ഇരിക്കുന്നവനാർ. ദൈവം ചോദിക്കുക, എൻ്റെ സന്നിധിയിൽ നിൽക്കാനും ഇരിക്കാനും ഒരുത്തനുണ്ടോ? പക്ഷേ 21 വാക്യത്തിൽ ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്കൊന്നും നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. അവരെന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവരെന്ത് ചെയ്യുക? ഓടുകയാ. ഇന്ന് പകൽക്കാലം ഒരോടുന്ന പ്രവാചകനല്ല ദൈവത്തിന് ആവശ്യം. അയച്ചോ അയച്ചില്ലയോ, ഉള്ള ചാൻസ് മുഴുവനും ഓടുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ ഓടുന്ന പ്രവാചകനല്ല, ഞാൻ നിൽക്കുന്ന പ്രവാചകനാ, ഞാൻ ഇരിക്കുന്ന പ്രവാചകനാ. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ. To tarry in the presence, to tarry in the presence, to tarry in the presence. ജീസസ് അയക്കാതെ ഓടുകയല്ല, നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുക. ഇന്ന് പകലിതിനകത്ത് ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഇന്നത്തെ ഈ ദൂത് നിന്നെ ആമേൻ. 7 ഭാഗങ്ങളാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട് പറയട്ടെ, ഈ ദൂത് നിന്നെ തൊട്ടതിൻ്റെ അടയാളം എന്നുള്ളത്, നീ രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നിന്റെ പ്രയർ ടൈം അൺലോക്ക് ചെയ്യപ്പെടുന്നതാണ്. ജീസസ്. മണിക്കൂറുകൾ അറിയാതെ നീ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ അറിയാതെ നീ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ അറിയാതെ നീ പ്രാർത്ഥിക്കും. എൻ്റെ സ്പിരിച്വാലിറ്റി ചേഞ്ച് ആയത് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയതെന്നറിയാമോ? എൻ്റെ പ്രാർത്ഥനാ സമയം മാറിയപ്പോഴാണ്. എൻ്റെ പ്രാർത്ഥനാ സമയം മാറിയപ്പോൾ ഒരു പ്രാർത്ഥന, എനിക്കറിയാവുന്ന പ്രാർത്ഥന 10 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ക്ലോക്കിൽ നോക്കിയാലും 3 മിനിറ്റേ ആവത്തുള്ളായിരുന്നു. പക്ഷെങ്കിൽ എൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വീണ് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ യെസ്, രാവേറെ കഴിഞ്ഞത് നേരം പുലരാറായത് ഞാൻ അറിഞ്ഞു. ആ പ്രഭാഷ്കലമനക്കസിയ റാഥാന ഘടക സന്ധര. ഇന്ന് രാത്രി ഞാൻ ദൈവാധികാരത്തിൽ നിങ്ങളുടെ മേലെ റിലീസ് ചെയ്യുന്നു. യെസ്, ലോങ് അവേഴ്സ് ഓഫ് പ്രയർ, ലോങ് അവേഴ്സ് ഓഫ് പ്രയർ, ലോങ് അവേഴ്സ് ഓഫ് പ്രയർ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ ശബ്ദം മുഴങ്ങുന്നതിനെക്കാട്ടിലും ദൈവശബ്ദം മുഴങ്ങട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ സങ്കടങ്ങൾ പറയുന്നതിനെക്കാട്ടിലും ദൈവത്തിൻ്റെ ആലോചനകൾ വെളിപ്പെട്ട് വരട്ടെ. ആഹാ, എൻ്റെ പ്രയർ ടൈമിൽ എൻ്റെ സങ്കടങ്ങൾ വാരിക്കൂട്ടി എഴുതുകയല്ല, എൻ്റെ പ്രയർ ടൈമിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ജീസസ്, ജീസസ്, ജീസസ്. എനിക്ക് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കണ്ട, പകരം എനിക്ക് വാഗ്ദത്തങ്ങളെ കേട്ട് പ്രാർത്ഥിക്കണം. പറയാമോ? എനിക്ക് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട, എനിക്ക് വാഗ്ദത്തങ്ങളെ കേട്ട് പ്രാർത്ഥിക്കണം. ജീസസ്. ഒരു പ്രവാചകൻ അവൻ അടയാളം വരച്ച് കാര്യങ്ങളെ നടത്തിയെടുക്കും. അപ്പോൾ തന്നെ ഒരു രാജ്യത്തിൻ്റെ വേദനയെ അവൻ ദൈവത്തിന് വേണ്ടി ചുമക്കും. 2, ഒരു പ്രവാചകന് ഗൈഡ് ചെയ്യാൻ കഴിയും. ഒരു പ്രവാചകന് ഗൈഡ് ചെയ്യാൻ കഴിയും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് അവൻ, ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഒരു പ്രവാചകൻ അവൻ
എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ശൗലും ഭൃത്യനും കൂടെ കടന്നു പോവുകയാണ്. ശൗലിൻ്റെ അപ്പൻ്റെ കഴുത കാണാതെ പോയി. ആമേൻ. ഇതെവിടെയൊക്കെ അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടുന്നില്ല. അവസാനം ശൗലിൻ്റെ ഭൃത്യൻ ശൗലിൻ്റെ അടുക്കൽ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നാൽ നമ്മൾക്ക് മുമ്പോട്ട് പോകേണ്ട വഴി പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകൻ ഒരു മനുഷ്യൻ്റെ പ്രൊഫഷണൽ റലത്തെ, ഒരു മനുഷ്യൻ്റെ ഫിനാൻഷ്യൽ സെക്ടറിനെ അവൻ ആലോചന പറഞ്ഞു കൊടുക്കാൻ കഴിയും. ആമേൻ. ഒരു പ്രവാചകൻ ആത്മീയം മാത്രമല്ല, ഒരു പ്രവാചകൻ്റെ ഓപ്പറേഷണൽ അവേഴ്സിനകത്ത്, അവൻ്റെ ഓപ്പറേഷണൽ ഓഫീസിനകത്തിരിക്കുന്നത് ഒരുവൻ്റെ പ്രൊഫഷനെ തിരിക്കാൻ, അവൻ്റെ തൊഴിലിനെ, അവൻ്റെ കരിയറിനെ തിരിക്കാൻ ആർക്ക് കഴിയോ? ഒരു പ്രവാചകന് കഴിയോ? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ ഭാവി, നിന്റെ പ്രൊഫഷൻ, നിന്റെ കരിയർ, നിന്റെ ബിസിനസ് ഒരു പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്ങിനകത്ത്, ആമേൻ, ഒരു പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്ങിനകത്ത് കൺട്രോൾ ചെയ്യപ്പെടട്ടെ. ഞാൻ എവിടെ പഠിക്കണം, എവിടെ പാർക്കണം, എവിടെ ജോലി ചെയ്യണം, ഏത് ബിസിനസ്സിൽ ഇറങ്ങണം, അത് എൻ്റെ മേൽ കിടക്കുന്ന പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ് അതിനെ നിയന്ത്രിക്കട്ടെ. അപ്പോൾ ഒരു പ്രവാചകന് വഴി പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? എന്നാൽ പ്രവാചകന് വഴി പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ദാവീദിനൊരു മകൻ ജനിച്ചു, ശലോമോൻ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചോ, അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവനെ യെദിദ്യാവെന്ന് പേർ വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തോ? ശലോമോനെ വളർത്തുവാൻ തക്കവണ്ണ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചോ. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രൊഫറ്റിക്കൽ ഡിസിപ്ലിനിൽ നിങ്ങൾ വളർത്തിയെടുക്കുമെങ്കിൽ, ആമേൻ, ശലോമോൻ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം, ദാവീദ് അവനെ ഏത് ഊട്ടിയിലെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, അവനെ വളർത്തുവാൻ ഒരു പ്രവാചകനെ നിയോഗിച്ചോ. ആമേൻ, ആമേൻ, ആമേൻ. അവിടെ ഒരു പ്രവാചകന്റെ കരത്തിനകത്തേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, തലമുറകളെ ഒരു പ്രവാചക അധികാരത്തിന് കീഴിൽ നിങ്ങൾ വളർത്തിയെടുക്കുമെങ്കിൽ, ആമേൻ, അവനൊരു രാജാവായി മാറ്റപ്പെടും. ഹോളി സ്പിരിറ്റ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഒന്ന്, ഒരു പ്രവാചകൻ ഒരുത്തൻ്റെ പ്രൊഫഷനെ, ഒരുത്തൻ്റെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക. 2, ഒരു പ്രവാചകന് ഒരു കുഞ്ഞിനെ, ആമേൻ, ഷേപ്പ് ചെയ്തുകൊണ്ട് വരുവാൻ, ഒരു തലമുറയെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരാൻ കഴിയുക. ഒരു പ്രവാചകന് ഒരു തലമുറയെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരാൻ കഴിയുക. ആമേൻ. ഒരു കുഞ്ഞിനെ മാത്രമല്ല, ഒരു ജനറേഷനെ മുഴുവനും അവന് ഷേപ്പ് ചെയ്യാൻ കഴിയുക. ദൈവസഭകൾക്കകത്തുനിന്ന് പ്രവാചകന്മാർ അറ്റുപോയാൽ എന്ത് സംഭവിക്കാം? തലമുറകൾ വഴിതെറ്റിപ്പോകും. ആകയാൽ ഈ കാലഘട്ടങ്ങളിൽ തലമുറകൾ ദൈവകൃപയ്ക്കകത്ത് നിൽക്കുവാൻ ഒരു പ്രവാചക അധികാരം വേണം. ആമേൻ. ഞാൻ വിമർശനാത്മകമായി പറയുകയല്ല. എന്തുകൊണ്ടാണ്, ആമേൻ, പാരമ്പര്യ ദൈവസഭയിൽ നിന്ന് കുഞ്ഞുങ്ങൾ അകന്നു പോകുന്നത്? ആമേൻ. അവരെ ന്യൂജനിലേക്ക് അവർ പോകുന്നുവെന്ന് വിമർശിക്കുന്നതെന്നും അറിയണം ദൈവ പൈതലേ. ഏതു ദൈവസഭകൾക്കകത്ത് പ്രവാചക അധികാരം നഷ്ടപ്പെടുമോ, അവിടെ നിന്ന് തലമുറകൾ അകന്നു പോകാം. ഒരു പ്രവാചക അനോയിന്റിങ് എവിടെ കിടക്കുന്നോ, അവർക്ക് മാത്രമേ ഒരു ജനറേഷനെ പൊക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഒരുത്തൻ്റെ പ്രൊഫഷനെ നിയന്ത്രിക്കാൻ പ്രവാചകന് കഴിയും. 2, ഒരുത്തൻ്റെ ഒരു ജനറേഷനെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഒരു പ്രവാചകന് കഴിയും. 3, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായം അരാമും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്. അരാമും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ അരാം ഇസ്രായേലിനെതിരെ ശക്തമായ സൈന്യത്തെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. 10-ാം വാക്യം ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ നിന്റെ പേഴ്സണൽ വാർഫെയറിൽ, നിന്റെ സ്പിരിച്വൽ വാർഫെയറിൽ ഒരു പ്രൊഫറ്റുമായി നീ കണക്റ്റ് ആയിരിക്കണം. ഞാൻ പറയട്ടെ, നിന്റെ വ്യക്തിപരമായ യുദ്ധത്തിൽ, നിന്റെ ആത്മീക യുദ്ധത്തിനകത്ത്, ഒരു പ്രവാചക അധികാരത്തിനകത്ത് നീ കണക്റ്റ് ആയിരിക്കണം. ഒരു പ്രവാചകനുമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, അതൊരു പക്ഷെ നിന്റെ മേൽ കിടക്കുന്ന പ്രവാചക അധികാരമായിരിക്കാം, അല്ലെങ്കിൽ നിനക്കുള്ളതായ ഒരു പ്രവാചക ബന്ധമായിരിക്കാം. ഇന്ന് പകൽ, ആമേൻ, ഒരു ആത്മീക യുദ്ധത്തിൽ നീ ജയമെടുക്കുവാൻ,
നിന്റെ വ്യക്തിപരമായ ഫൈറ്റിൽ നിനക്ക് ജയമെടുക്കുവാൻ, ശത്രു രാജ്യം നിനക്കെതിരെ യുദ്ധത്തിന് വരുമ്പോൾ നിന്റെ ബലഹീനതകളെ ചൂഴ്ന്നുകൊണ്ട്, നിന്റെ വീക്ക് പോയിന്റുകളെ തേടിക്കൊണ്ട് പിശാചും മനുഷ്യനും നിനക്കെതിരെ ആക്രമണം അഴിച്ചു വിടുമ്പോൾ അതിനകത്ത് നിനക്ക് ജയമുണ്ടാകണമെങ്കിൽ ഉറപ്പായും ഒരു പ്രവാചക അധികാരത്തിനകത്ത് നീ ബന്ധപ്പെട്ടിരിക്കണം. സ്തോത്രം. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഒരു പ്രവാചകൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? ഒരു പ്രവാചകന് വ്യക്തമായ അടയാളം കൊടുക്കാൻ കഴിയുക. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചോ. പ്രവാചകൻ ചെന്ന് മരണവിധി പറഞ്ഞു. എന്നാൽ പ്രവാചകൻ നിമിഷങ്ങൾക്കകം തിരികെ ചെന്ന് ആ ദൂതിനെ മാറ്റി പറയുകയാണ്. ദൂതിനെ മാറ്റി പറയുന്ന പ്രവാചകൻ യെശയ്യാവിൻ്റെ അടുക്കൽ ഒരു കാര്യം ചോദിച്ചോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 9-ാം വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം. അതിന് യെശയ്യാവ് വായിച്ച വേദഭാഗം, അതിന് യെശയ്യാവ് യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് നിനക്ക് ഇത് അടയാളമാകോ. നിഴൽ 10 പടി മുമ്പോട്ട് പോകണോ, നിഴൽ 10 പടി പുറകോട്ട് പോകണമോ എന്ന് ചോദിച്ചോ. നിഴൽ 10 പടി മുമ്പോട്ട് പോകണമോ, 10 പടി പുറകോട്ട് പോകണമോ? ഇവിടെ പ്രവാചകൻ വന്ന് 10 പടി മുമ്പോട്ട് പോകുമെന്നോ 10 പടി പുറകോട്ട് പോകുമെന്നോ അല്ല പറഞ്ഞത്. ഹിസ്കിയാവ്, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഹിസ്കിയാവ് ശ്രദ്ധിച്ചേ, കണ്ണുകളെ തുറന്നെ നോക്കിയേ. ആമേൻ. ഹിസ്കിയാവ്, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, യെശയ്യാവ് പറയുകയാണ്, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. നിഴൽ 10 പടി പുറമോട്ട് പോകണോ, നിഴൽ 10 പടി മുമ്പോട്ട് പോകണോ, നീ പറഞ്ഞാട്ടെ. ഹിസ്കിയാവ് പറഞ്ഞു, 10 പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാ, അതിനെ റിവേഴ്സ് ചെയ്യണമേ എന്ന് പറഞ്ഞു. 11-ാം വാക്യം. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചോ. അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയ നിഴലിനെ 10 പടി റിവേഴ്സ് എടുപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല ഹിസ്കിയാവ് ചോദിക്കുന്ന അടയാളത്തെ സ്വർഗത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നവനാണ് പ്രവാചകൻ. എന്ന് പറഞ്ഞാൽ, ആമേൻ, ആ വിശ്വാസിക്ക് വിശ്വാസമുണ്ടാകത്തക്കവണ്ണം, വിശ്വാസത്തിൽ അധൈര്യപ്പെട്ട് നിൽക്കുന്നവന്റെ മുമ്പിൽ വിശ്വാസത്തെ വെളിപ്പെടുത്താൻ നിന്റെ മക്കൾ വിശ്വാസത്തിൽ അധൈര്യപ്പെടുമ്പോൾ തലമണ്ട അടിച്ചു പൊട്ടിക്കുകയല്ല വേണ്ടത്. അവന് പട്ടിണിക്കിടുകയല്ല വേണ്ടത്. നിന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ അധൈര്യപ്പെടുമ്പോൾ നിന്റെ ദൈവം ജീവിക്കുന്നവനെന്ന്, നിന്റെ അകത്ത് കിടക്കുന്ന പ്രവചനാധികാരത്തിൽ, നിന്റെ അകത്ത് കിടക്കുന്ന പ്രവചന അഭിഷേകത്തിൽ ദൈവം ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്ത്. നിന്റെ അകത്ത പ്രവചനാധികാരം കെട്ടുപോയതുകൊണ്ട്, നീ പ്രവാചകന്മാർക്കെതിരായതുകൊണ്ടാണ് നിന്റെ മക്കൾ നിനക്കെതിരെ നിൽക്കുന്നത്. നീ പ്രവാചക അഭിഷേകത്തെ പുച്ഛിക്കുന്നത് കൊണ്ടാണ് നിന്റെ മക്കൾ നിന്നെ പുച്ഛിക്കുന്നത്. ഇന്ന് പകൽ നീ ഒരു പ്രവാചക അധികാരത്തിലേക്ക് കണക്ട് ആയാൽ അവിശ്വാസിയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ നിനക്ക് കഴിയും. ജീസസ്. ഞാൻ പ്രധാനമായ 3 ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രധാനമായിരിക്കുന്ന 3 ഭാഗങ്ങൾ, ഒരു പ്രവാചകന് ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഇനിയുമുള്ള പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളെ പറയുകയാണ്. ഒരു പ്രവാചകന് ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. അവൻ ഇല്ലായ്മകളെ നോക്കി, അദൃശ്യമായതിനെ നോക്കി അവൻ അതിനോട് സംസാരിക്കുവാൻ കഴിയും. 9-ാം വാക്യം. 9-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അപ്പോൾ അവൻ എന്നോട് കാറ്റിനോട് പ്രവചിക്കുക. കാറ്റിനോട് നമുക്ക് പ്രവചിക്കാൻ പറ്റും. വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റിനോട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രവചിക്കാം. പക്ഷേ ഇവിടെ ആ വാക്യത്തെ മുഴുവനുമായി നിങ്ങൾ ശ്രദ്ധിക്കണം. കാറ്റിനോട് നിങ്ങൾ പ്രവചിക്കണം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയണം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അപ്പം ഈ 4 കാറ്റും ഇപ്പോൾ എവിടെ ഇരിക്കുക? എവിടെയോ 4 ദിക്കിലിരിക്കുകയാ. എവിടെയോ 4 ദിക്കുകളിൽ
അദൃശ്യമായ ഇടത്ത്, ബുദ്ധിക്കപ്പുറമായ ഇടത്ത്, പരിചയങ്ങൾക്കപ്പുറമായ ഇടത്ത്, അറിവുകൾക്കപ്പുറമായ ഇടത്ത് ഈ 4 കാറ്റുകൾ ഇരിക്കുകയാണ്. ആ കാറ്റുകളുടെ അടുക്കൽ ഇപ്പോൾ അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് പ്രവാചകൻ വിളിച്ചു പറയുക, കാറ്റേ, യഹോവയുടെ ശ്വാസത്തെ വഹിച്ചുകൊണ്ട് നീ ഇവിടേക്ക് വരുവാൻ. ഇന്ന് പകൽ ഒരു പ്രവാചക അധികാരം നിന്റെ മേളിൽ വന്നാൽ നീ കാണുന്നതിനെ നോക്കിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കാണാത്തതിനെ നോക്കി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എനിക്ക് വേണ്ടി ഇവിടെ വീശാൻ ഒരു കാറ്റുണ്ട്. എന്തിയേ എനിക്ക് നിശ്ചയമുണ്ട്, അതതിൻ്റെ ഹോം ഓഫീസിലുണ്ട്. നിനക്ക് വേണ്ടി ദൈവം റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന നന്മകൾ ശ്രദ്ധിക്കണേ. നിനക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നന്മകൾ, പക്ഷെ അത് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, പക്ഷെ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്ത ആ സാധനത്തെ നീ പ്രവചിച്ച് നിന്റെ അരികത്ത് കൊണ്ടുവരണം. അതാണ് പ്രവാചകം. മുമ്പിൽ വന്ന് നിൽക്കുന്നവനോട് പ്രവചിക്കുന്നതല്ല, കാണുന്ന കാര്യങ്ങളോട് ദൂത് പറയുന്നതല്ല, അദൃശ്യ മണ്ഡലങ്ങളെ ചലിപ്പിക്കുന്നതാണ് പ്രവാചകം. നീ കാറ്റിനോട് പ്രവചിക്കുക. കാറ്റിനോടാ സംസാരിക്കുന്നത്. കാറ്റിനോട് സംസാരിച്ചു തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവത്തിൻ്റെ ശ്വാസം ആ കാറ്റുകളിൽ പ്രവേശിക്കട്ടെ. കാറ്റിനോട് പറഞ്ഞാൽ കാറ്റ് വരത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശ്വാസത്തെ ആ കാറ്റിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് ആ കാറ്റിൻ്റെ അടുക്കൽ പറയുക, 4 ദിക്കിൽ നിന്നും ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവിടേക്ക് വന്ന് ഊതുക. ഞാനതിനെ ഇങ്ങനെ പറയുകയാണ്, ആമേൻ. അവൈക്കനിങ്, ഇൻവൈറ്റിംഗ്, ടാർജറ്റിംഗ്. 3 കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. ഉറങ്ങിക്കിടക്കുന്ന കാറ്റിനെ ഉണർത്തുകയാണ്. ആമേൻ. ആ കാറ്റിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതെവിടെ അടിക്കണമെന്ന് പോലും ആരാണ് തീരുമാനിക്കുന്നത്? ഈ പ്രവാചകനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നിനക്ക് വേണ്ടിയുള്ള ചില നന്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഇടത്തു നിന്ന്, ആമേൻ, ഇല്ല എന്ന് പറയുന്ന ഇടത്തു നിന്ന്, ആമേൻ, നിന്റെ പ്രവചനാത്മാവിൽ നീ അതിനെ വിളിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ഇടത്തുനിന്ന് അത് എഴുന്നേൽക്കോ. അത് എഴുന്നേറ്റ് വരുമോ. വഴിയെ പോകുന്നവൻ വഴിതിരിഞ്ഞ് വരുമെന്നല്ല പറഞ്ഞത്. ആമേൻ. ആരും കണ്ടിട്ടില്ലാത്തതൊന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. അത് എഴുന്നേറ്റ് നീ പ്രാർത്ഥിച്ചത് നിന്റെ അപ്പുറത്തിരിക്കുന്നവന് പോകത്തില്ല. അത് കറക്റ്റായിട്ട് നീ ഡയറക്ഷൻ പറഞ്ഞ് അത് നേരെ എവിടെ വന്ന് വീഴണമെന്ന് യു ക്യാൻ അവൈക്കൻ. ആമേൻ. നിനക്കതിനെ ഒരു അവൈക്കനിങ് ഉണ്ടാക്കാം. നിനക്കതിന് റൂട്ട് പറഞ്ഞു കൊടുക്കാം. നീ പറയുന്ന ഡെസ്റ്റിനേഷനിൽ നീ ഒരു പ്രവാചകന് നന്മകളെ ഉണർത്താം. നന്മകൾക്ക് റൂട്ട് പറയാം. നന്മകളുടെ ഡെസ്റ്റിനേഷനും അവനാണ് തീരുമാനിക്കുന്നത്. 3 കാര്യമാണ് പറയുന്നത്. 4 ദിക്കിലുള്ള കാറ്റ് എഴുന്നേൽക്ക്. 4 ദിക്കിലുള്ള കാറ്റ് എഴുന്നേൽക്ക്. അത് ഇവിടെ വന്നിട്ട് ഇവിടെ കറങ്ങിയിട്ട് പോകരുത്. ഈ താഴ്വരയുടെ അടിയിലേക്ക് നീ ഊതണം. ഈ താഴ്വരയുടെ അടിയിലേക്ക് നീ ഊതണം. ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നീ ഈ അസ്ഥികളിൽ കൂടെ വീശിയിട്ട് പോയാൽ പോരാ. ഈ അസ്ഥികൾ ജീവിക്കുന്നിടം വരെ നീ എന്തോ ചെയ്യണോ? ഈ അസ്ഥികൾ ജീവിക്കുന്നിടം വരെയോ നീ ഊതിക്കൊണ്ടേയിരിക്കണോ? എത്ര നേരം ഈ കാറ്റ് വീശണമെന്ന്, എത്ര നേരം ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? പ്രവാചകനാ തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി ആക്റ്റീവായിരിക്കുന്ന ചില സീസണുകൾ, ഞാനത് ആവർത്തിക്കുന്നു, നിനക്ക് വേണ്ടി ആക്റ്റീവായിരിക്കുന്ന ചില സീസണുകൾ എത്ര കാലഘട്ടം
കാലഘട്ടം നീണ്ടു നിൽക്കണമെന്ന് നിന്റെ പ്രാർത്ഥനാ മുറിയാ തീരുമാനിക്കുന്നത്. നിനക്ക് വേണ്ടി തുറന്ന ചില നന്മയുടെ വാതിലുകൾ, നിനക്ക് വേണ്ടി ആക്റ്റീവായ ചില സംഗതികൾ. എത്ര കാലം ഈ കാറ്റ് വീശണമെന്ന് അത് മനുഷ്യരല്ല തീരുമാനിക്കുന്നത്. നിനക്ക് തുറന്ന ഒരു ജോലി, നിനക്ക് തുറന്ന ഒരു റിസോഴ്സ്, നിനക്ക് തുറന്ന ഒരു നന്മ, നിനക്ക് തുറന്ന ഒരു ട്രാവല്, അത് എത്ര നാള്, എത്ര രാജ്യങ്ങൾ, എവിടെയൊക്കെ, അതൊരു മനുഷ്യനും തീരുമാനിക്കാൻ കഴിയുകയില്ല. അതൊരു പിശാചിനും അടയ്ക്കാൻ കഴിയുകയില്ല. അത് നിന്റെ പ്രൊഫറ്റിക്കൽ അതോറിറ്റിയിൽ. Until they leave, അവരെഴുന്നേക്കുന്നിടം വരെ നീ ഊതിക്കൊണ്ടിരിക്കണോ? ആമേൻ. നീ ഉണർത്തി വിട്ടിയ കാറ്റ്, നീ വിളിച്ചു വരുത്തിയ കാറ്റ് അസൂയക്കാരൻ്റെ അസൂയയുടെ മുമ്പിൽ ഒതുങ്ങത്തില്ലെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായോ? നീ പ്രാർത്ഥിച്ച് ഉണർത്തിയെടുത്ത അനുഗ്രഹം, നീ ഉപവസിച്ച് കരഞ്ഞ് ഉണർത്തിയെടുത്ത അനുഗ്രഹം, യെസ്, നീ നെഞ്ചുപൊട്ടി കരഞ്ഞ്, നീ നിലമ്പാട് വീണ അലറിക്കരഞ്ഞ് നിനക്ക് വേണ്ടി തുറന്നെടുത്ത അനുഗ്രഹത്തിന്റെ പോർട്ടലുകൾ, അത് ഏത് അസൂയക്കാരൻ ചിന്തിച്ചാലും, ഏത് കള്ളശുദ്രക്കാരൻ ചിന്തിച്ചാലും അത് അടയത്തില്ലെന്ന്. ശൂന്യതകളെ നോക്കി സംസാരിക്കാൻ കഴിയുന്നവനാണ് പ്രവാചകൻ. എന്തെങ്കിലും കണ്ടിട്ട്, നന്മ കണ്ടിട്ട് പ്രവചിക്കുന്നവനല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വഭാവം റോമാലേഖനം 4:17 വാക്യത്തിൽ പറയുന്നത്. റോമാലേഖനം 4:17 വാക്യം. ഞാൻ ആ വാക്യത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് വരുത്തോ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മരിച്ചവരെ ജീവിപ്പിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയാണ്. ഇല്ലാത്ത ഒരു സാധനത്തെ എന്ത് ചെയ്യുക? ഉള്ളതുപോലെ വിളിക്കുക. ആമേൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരാളില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഇല്ല, പക്ഷെ ആ വീട്ടിൽ ആ ആൾ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? വിളിക്കുക. വിളിക്കുമ്പോൾ ആ ആള് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് കാറില്ല, പക്ഷെ നിങ്ങൾ പറയാം ഞാൻ ഇന്ന് കാറിലാണ് പോകാൻ പോകുന്നത്. ജീസസ്, നിങ്ങൾ ഉറപ്പായിട്ടും അന്ന് കാറിൽ തന്നെ പോകണം. ജീസസ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയും. പക്ഷെ അതിൻ്റെ ആരംഭത്തിൽ എന്താ പറയുന്നത് അറിയാം? മരിച്ചവരെ ജീവിപ്പിക്കും. ഞാനതിനെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ്: നിർജീവമായതിനെ മുഴുവനും ജീവിപ്പിക്കണം. മരിച്ച വ്യക്തിയെ മാത്രമല്ല, നിർജീവത്വമായതിനെ. അതുകൊണ്ട് ആ വിശ്വാസികളുടെ പട്ടികയിൽ ഇങ്ങനെ പറയുന്നത്: സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, ആമേൻ, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. ഒരു പ്രവാചകൻ നിർജീവമായി പോയതിനെ മുഴുവനോ ജീവിപ്പിക്കുക. നിർജീവമായി പോയ നിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കപ്പെടണോ? നിർജീവമായി പോയ നിന്റെ ബിസിനസ് ജീവിപ്പിക്കപ്പെടണോ? നിർജീവമായി പോയ നിന്റെ കരിയർ ജീവിപ്പിക്കപ്പെടണോ? നിർജീവമായി പോയത് എന്ത് നിന്റെ ജീവിതത്തിൽ ഉണ്ടോ അത് ജീവിപ്പിക്കപ്പെടണോ? ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഇറങ്ങുന്ന അഭിഷേകത്തിൽ നീ വീട്ടിൽ ചെന്ന് അമ്മേ മണ്ടയടച്ചു പോയ, ഉണങ്ങിപ്പോയ ഒരു വൃക്ഷത്തിന്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഞാനൊരു അടയാളമായി നിന്റെ നേരെ പറയുന്നു. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു: നീ ഇന്ന് വീട്ടിൽ കയറി ചെന്ന് ഉണങ്ങിപ്പോയ ഒരു സസ്യത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. മഴക്കാലം വരുന്നതിന് മുന്നമേ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. ഈ നട്ടെരിയുന്ന വേനൽക്കാലത്ത് അത് ജീവിക്കുന്നത് ദൈവം കാണിച്ചു തരും. പ്രവാചക, നീ നിർജീവമായതിനെ ജീവിപ്പിക്കുകയാണ്. ആര് കൊന്നുകളഞ്ഞതാകട്ടെ, ആര് നശിപ്പിച്ചതാകട്ടെ, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. ചില ടെറിട്ടോറിയൽ ഫൈറ്റുകളിൽ, ചില ദേശാന്തര പോരുകളിൽ നിർജീവമായി പോയ, ചത്തുപോയത് ഇന്നു പകൽ നിർജീവമായ ചില ഫയൽ പ്രോസസിംഗുകൾ, നിർജീവമായ ചില ഇന്റർവ്യൂകൾ,
നിർജീവമായ ചില വിസ പ്രോസസിംഗുകൾ ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കുന്ന പ്രവചനത്തിൽ പൊട്ടിപ്പൊളപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനോട് അതിനോട് കണക്ട് ചെയ്തൊരു കാര്യം ഇങ്ങനെ പറയുന്നു. അബ്രഹാം കുഴിച്ച കിണർ ഗരാരിലെ അവന്മാര് മൂടിക്കളഞ്ഞു. ഗരാരിലെ ലവന്മാര് മൂടിക്കളഞ്ഞു. പക്ഷെ ഇസഹാക്ക് ഇറങ്ങി വന്നു. നിർജീവമായ അപ്പന്റെ കിണറുകളെ ഈ മാസത്തിൽ, ഈ സീസണിൽ, നിന്റെ അപ്പന്റെ കാലത്ത് ദൈവം തുറന്നതിനെ അടച്ചു കെട്ടിയ പൈശാചിക മണ്ഡലങ്ങളെ ഈ പ്രാർത്ഥനയിൽ നീ പൊട്ടിച്ചു കളയുന്ന ഒരു അധികാരം ഹെവി അനോയിന്റിങ്ങിനെ സ്വർഗ്ഗം റിലീസ് ചെയ്യുക. ദൈവാധികാരത്തെ, അധികാരം പേറുന്ന ഒരു അഭിഷേകം, ടച്ച്. നന്മ കൊണ്ടുവരാൻ മാത്രമല്ല കാറ്റിന് കഴിയുന്നത്, ദൈവത്തിൻ്റെ ശ്വാസത്തെ കൊണ്ടുവരാൻ മാത്രമല്ല കാറ്റിന് കഴിയുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഭാഗം വിശദമായിട്ട് എടുക്കാം, പക്ഷേ അതൊന്നും പറഞ്ഞു പോകാതെ അത് പൂർത്തീകരിക്കത്തില്ല. ഉത്തമഗീതം 4-ാം അധ്യായം 16-ാം വാക്യം, ഉത്തമഗീതം 4:16 അവിടെ പറയുകയാണ്, വടതിക്കാറ്റെ ഉണരുക. ആ കാറ്റിപ്പോൾ എവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നേ? നോർത്ത് വിൻഡ് ഇപ്പോൾ എവിടെ ആക്റ്റീവായി നിൽക്കുന്നേ? നിങ്ങൾ പറഞ്ഞ നോർത്ത് വിൻഡ് എവിടെ ആക്റ്റീവായി നിൽക്കുന്നേ? സോങ്സ് 4:16. നോർത്ത് വിൻഡ് എവിടെ ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നേ? എവിടെയും ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഇനാക്റ്റീവായി കിടക്കുന്ന കാറ്റിനെ ഉണർത്തിയെടുക്കുക. വടതിക്കാറ്റെ നീ ഒന്ന് ഉണർന്നു വന്നേ. തെക്കൻ കാറ്റെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, വടക്കുന്നും തെക്കുന്നും കാറ്റടിച്ച് എന്ത് സംഭവിക്കും? വടക്കുന്നും തെക്കുന്നും കാറ്റടിച്ച് ഇത് രണ്ടും കൂടെ എവിടോട്ട് വരണം? ഈ രണ്ട് കാറ്റും കൂടെ എൻ്റെ തോട്ടത്തിലേക്ക് വീശട്ടെ. ഒരു തോട്ടത്തിൽ ഇരുവശത്തുനിന്നും കാറ്റടിച്ചാൽ എന്തോ സംഭവിക്കും? രണ്ട് വശത്തുനിന്നും കാറ്റടിച്ചാൽ ആ കാറ്റ് രണ്ടും കൂടെ ഈ തോട്ടത്തിൽ വന്നൊരു ചുഴലിക്കാറ്റായി ഇതിലെ സകലത്തെ എന്ത് ചെയ്യും? വലിച്ചു പറിച്ച് തോട്ടിക്കളയും. നാച്ചുറൽ പെർസ്പെക്റ്റീവിൽ ശ്രദ്ധിച്ചാൽ വടക്കുന്നും തെക്കുന്നും കാറ്റ് വന്ന് ഇത് രണ്ടും കൂടി ഇവിടെ കൊളീഷൻ ഉണ്ടായാൽ ഇത് ഈ തോട്ടത്തെ മുഴുവനും എന്ത് ചെയ്യും? നശിപ്പിക്കും. പക്ഷെ പറയുകയാണ്, വടതിക്കാറ്റേ വാ, തെന്നിക്കാറ്റേ വാ. ഞാൻ അതിൻ്റെ സ്പിരിച്വൽ ഡെപ്തിലേക്ക് മറ്റൊരിക്കൽ കയറാം. എന്നിട്ട് പറയുക, ഈ തോട്ടത്തിനകത്ത് ഒത്തിരി സുഗന്ധമുണ്ട്. പക്ഷേ ഈ സുഗന്ധം ഇതിനകത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഒരു തോട്ടം ഉണ്ടെന്നോ, ഈ തോട്ടത്തിൽ സുഗന്ധം ഉണ്ടെന്നോ, ഇതിനകത്ത് ഫലമുണ്ടെന്നോ ആരും അറിയുന്നില്ല. പക്ഷേ കാറ്റ് ഇതിന്മേൽ വീശുമ്പോൾ ഈ സുഗന്ധത്തെ പരക്കുമാറാക്കും. നിന്റെ പ്രൊപ്പഗണ്ട ആരുടെ കയ്യിലാ? നിന്റെ പ്രൊപ്പഗണ്ട ദൈവത്തിൻ്റെ കയ്യിലാ. നിന്നെക്കുറിച്ച് നിന്റെ പ്രൊപ്പഗണ്ട ഇൻസ്റ്റയല്ല, നിന്റെ പ്രൊപ്പഗണ്ട ഫേസ്ബുക്ക് അല്ല. നിന്റെ പ്രൊപ്പഗേഷൻ ആമേൻ മനുഷ്യനല്ല. നിന്റെ പ്രൊപ്പഗേഷൻ ദൈവത്തിന്റെ കാറ്റാണ്. ഇന്ന് പകൽ നീ ഒരുത്തൻ ലോകത്തിലുണ്ടെന്ന് നിനക്ക് വേണ്ടി ദൈവം ചിലരെ അപ്പോ നിന്റെ എക്സ്പോഷർ നിന്റെ പ്രവചനത്തിനകത്തിരിക്കുക. നിന്റെ എക്സ്പോഷർ നിന്റെ പ്രവചനത്തിനകത്ത്. ഇന്ന് പകൽ നിനക്ക് നല്ല പ്രാപ്തിയുണ്ട്, നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്, നിന്റെ കയ്യിൽ എല്ലാ സിസ്റ്റവും ഉണ്ട്. പക്ഷെ നിനക്ക് കണക്ഷനുകൾ മാത്രം കിട്ടുന്നില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആക്ടിവേറ്റ് യുവർ പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്, then the connections will be established.
ജീസസ്. ഞാൻ ചില മിനിറ്റുകൾ ഇന്ന് അധികം എടുക്കും, കാരണം ഇത് പ്രസംഗിച്ചു തീർക്കേണ്ടതല്ല. ഇത് ദൈവാധികാരത്തിനകത്ത് നിങ്ങളെ കണക്ട് ചെയ്യേണ്ട മേഖലയാണ്. ശൂന്യതകളെ നോക്കി പ്രവചിക്കുക. ഉറങ്ങിക്കിടക്കുന്ന കാറ്റുകൾ ഉണർന്നു വരും. 2, ഇതേ ഇടത്ത് പ്രവാചകൻ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം, യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 4 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിക്കണം. അസ്ഥികളെക്കുറിച്ച് പ്രവചിക്കാം. ഇറ്റ്സ് ഈസി. തകർന്നുപോയ ആരെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വിശ്വാസത്തോടെ പ്രവചിക്കാം. പക്ഷെ ആരോടാ ഇതിനെക്കുറിച്ച് പ്രവചിക്കേണ്ടതെന്നറിയാമോ? ആരോടാ പ്രവചിക്കേണ്ടത്? അസ്ഥിയോട് പ്രവചിക്കണം. ആമേൻ. ഈ വാക്യമില്ലായിരുന്നെങ്കിൽ സഭകളിലൊന്നും പാസ്റ്റർമാർക്ക് എന്തോ ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം, പ്രസംഗിക്കാൻ കഴിയത്തില്ല. സഭായത്തിന് വന്ന് മുമ്പിലിരുന്ന് കണ്ണടച്ചുറങ്ങുന്നവരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന വിശ്വാസത്തിലല്ലേ? ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കാൻ പ്രവാചകനോട് പറഞ്ഞതിൻ്റെ അടുത്ത വർഷം. പോട്ടെ, ഞാൻ അവിടെ നിന്ന് അങ്ങ് പോവാം. ഉണങ്ങിയ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയണം. എന്താ പറയേണ്ടതെന്നറിയാം? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥിയോട് പ്രവചിക്കുക. ഉണങ്ങിയ അസ്ഥിയെ, നീ ഈ ദൂത് കേൾക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ച നടക്കാത്ത വിഷയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ പ്രവചിച്ചാൽ ചലിക്കാത്ത വിഷയത്തോട് ഞാൻ പ്രവചിക്കണം. ഞാൻ ഇറങ്ങിത്തിരിച്ച നടക്കാത്ത വിഷയത്തോട് ഞാൻ പ്രതികരിക്കണം. ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുക. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഭൂകമ്പമുണ്ടായാൽ എന്ത് സംഭവിക്കും? പണിയപ്പെട്ടത് പോലും എന്ത് ചെയ്യും? ചിതറപ്പെടും. വലിയ കെട്ടിടം പോലും എന്ത് ചെയ്യും? പൊളിഞ്ഞു നാശമായി പോകും. അപ്പം പ്രവചിക്കുന്നത് മുഴുവൻ എന്താണെന്നറിയാമോ? ചെതറിക്കിടക്കുന്ന അസ്ഥികളെല്ലാം ഒന്നിക്കട്ടെ എന്ന്. അതിൻ്റെ കൂടെ ഒരു ഭൂകമ്പം കൂടെ ഉണ്ടായി. ഉള്ള അസ്ഥികൾ ഇപ്പോൾ എന്തായി പോകും? പിന്നെ 4 വഴിക്ക് ചിതറിപ്പോകും. ഒരു പ്രവാചകൻ പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നം രൂക്ഷമാകാൻ തുടങ്ങും. നീ അറിയണം, ഒരു പ്രവാചകൻ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുന്നത് പോലെ തോന്നും. മുഴക്കമുണ്ടായി, ഭൂകമ്പമുണ്ടായി. പക്ഷേ എല്ലാ ഭൂകമ്പത്തിലും കാര്യങ്ങൾ ചിതറുമെങ്കിൽ പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്നാൽ ഭൂകമ്പം സകലത്തെയും ചിതറിക്കുന്ന ചില ഭൂകമ്പങ്ങൾ പ്രവാചകന്റെ മുൻപാകെ അത് വൈസ് വേഴ്സ, അത് കോൺട്രഡിക്ടറി ടു ദ നേച്ചർ, പ്രപഞ്ചത്തിന് വിരോധാത്മകമായി വൈരുദ്ധ്യാത്മകമായി ചിലത് സംഭവിക്കാം. യെസ്, പ്രളയത്തിലെല്ലാം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകം മാത്രം പൊങ്ങിക്കൊണ്ടിരുന്നു. ക്ഷാമത്തിൽ എല്ലാവരും താണപ്പോൾ യോസേഫ് മാത്രം പൊങ്ങിക്കൊണ്ടിരുന്നു. പ്രവാചകനെ കോൺട്രഡിക്ടറി ടു ദ നേച്ചർ. പ്രപഞ്ചത്തിന്, പ്രകൃതിക്ക് വൈരുദ്ധ്യാത്മകമായി എൻ്റെ ദൈവം എന്നിൽ ചിലത് ചെയ്യും. പറഞ്ഞേ, പ്രകൃതിക്ക് വൈരുദ്ധ്യാത്മകമായി എൻ്റെ ദൈവം എനിക്കിത് ചെയ്യാം. ആമേൻ. സ്പീക്ക് ടു ഇംപോസിബിൾ. അസാധ്യമായതിനെ ചലിപ്പിക്കുക. അറ്റ്മോസ്ഫിയർ നിനക്ക് വേണ്ടി, ആമേ, അറ്റ്മോസ്ഫിയറിനനുസരിച്ച് നീ മൂവ് ചെയ്യുകയല്ല, അറ്റ്മോസ്ഫിയറിനെ നിന്റെ ഫേവറിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഞാൻ പറയട്ടെ, അറ്റ്മോസ്ഫിയറിനനുസരിച്ച് നീ ചലിക്കുകയല്ല, നിനക്കനുസാരമായി അറ്റ്മോസ്ഫിയറിനെ തിരിക്കുക. ജീസസ്. പ്രവാചകൻ 1, ഞാൻ പ്രധാനമായ വിഷയങ്ങളെ മാത്രം പറയുക. പ്രവാചകൻ ശൂന്യതകളെ നോക്കി സംസാരിക്കും. പ്രവാചകൻ അസാധ്യങ്ങളെ നോക്കി സംസാരിക്കും. 3, പ്രവാചകൻ ബലഹീനമായതിനെ ബലമുള്ളതാക്കി മാറ്റും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു പ്രവാചകൻ ബലഹീനമായതിനെ ബലമുള്ളതാക്കി മാറ്റും. എന്നോട് പറഞ്ഞേ, ബലഹീനമായതിനെ ബലമുള്ളതാക്കി മാറ്റും. ഞാൻ മോശയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. മോശയുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളെ ഞാൻ നിങ്ങളെ കാണിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും
തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. ഇനിയും അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. അവിടെ പറയുകയാകുന്നു, അതിൻ്റെ 12-ാം വാക്യം. അതിൻ്റെ 12-ാം വാക്യം, ഞാൻ നിൻ്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. കണ്ടോ, എവിടെ ഒരു ബലഹീനതയുണ്ടോ ആ ബലഹീനതയിൽ വ്യാപരിക്കുന്നതാണ് പ്രവചന അധികാരം. ആമേൻ. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്, ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനാണ്. ദൈവം പറഞ്ഞു, നിന്റെ വിക്കുവായി, നിന്റെ തടിച്ച നാവ്, നിന്റെ സാമർഥ്യമില്ലാത്ത വായി, അതിലാണ് ഞാൻ എൻ്റെ ദൗത്യത്തെ നൽകുവാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിന്റെ ആമേൻ, ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്നത് എന്തായിരിക്കുമെന്നറിയാമോ? അവൻ്റെ ബലഹീനതയായിരിക്കും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആമേൻ, അടുത്തിരിക്കുന്നവർ ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് തട്ടിയിട്ട് പറ, കരം ഉയർത്താൻ പറ. കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ബലഹീനതയാണ് എൻ്റെ അധികാരം, എൻ്റെ ബലഹീനതയാണ് എൻ്റെ അഭിഷേകം, എൻ്റെ ബലഹീനതയിലാണ് ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോകുന്നത്. മോശേ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും ബലഹീനമായത് എന്താ? എൻ്റെ വായാണ്, എൻ്റെ വിക്കാണ്, എൻ്റെ നാവാണ്. അങ്ങനെയെങ്കിൽ നിന്റെ നാവിനകത്ത്, നിന്റെ വായിക്കകത്ത് ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. ജീസസ്. അടുത്തത് ദൈവം മോശയുടെ അടുക്കൽ ചോദിക്കുക. 4-ാം അധ്യായം 17-ാം വാക്യം. 4-ാം അധ്യായം 17-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. മോശയുടെ ജീവിതത്തിൽ സകല അത്ഭുതങ്ങളും ദൈവം 2 കാര്യങ്ങളെ കൊണ്ട് ചെയ്തത്. എന്താണെന്നറിയാമോ? ബലഹീനമായ നാവും ബലഹീനമായിരിക്കുന്ന വടിയും. ഈ വടിയെ എടുക്ക് അത്ഭുതം ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെങ്കടലിലും ഇസ്രായേലിലും ഒക്കെയുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യത്തിൽ തന്നെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. സംഖ്യാപുസ്തകം 17-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടി കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുൻപാകെ കടന്നു പോക. 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കുക, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തേന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചോ. ആമേൻ. ഇവിടെ ബലഹീനമായ വടി കൊണ്ട് ബലമേറിയ ഇരുമ്പ് പാറയെ അടിക്കുമ്പോൾ, ആമേൻ, ബലഹീനപ്പെട്ട വടിയുടെ മുൻപാകെ ബലമേറിയ പാറ പൊട്ടി തകർന്നോ, അതിനകത്തുനിന്ന് വെള്ളം പുറപ്പെട്ടോ. ഇന്ന് പകൽക്കാല പ്രവാചക അഭിഷേകം ഒരുത്തന്റെ മേൽ വീണാൽ ബലഹീനമായതിൽ കൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് പകൽക്കാല നീ ഒരു പ്രവാചകനാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചില ബലഹീനതകളെ അവിടെ വയ്ക്കുക. ആമേൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബലഹീനതയുണ്ടോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കൊച്ചുമക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആമേൻ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബലഹീനത നിന്നെ വിഷമിപ്പിക്കുന്നെങ്കിൽ ആ ബലഹീനത നിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് കാരണമാകത്തില്ല. ആ ബലഹീനത നിന്റെ പരാജയത്തിന് കാരണമാകത്തില്ല. ഇഗ്നൈറ്റ് ദ പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് ഇൻ യു. നിന്റെ അകത്ത് കിടക്കുന്ന പ്രവാചക അഭിഷേകത്തെ നീ ഒന്ന് തൂണ്ടിയെടുത്തു കഴിയുമ്പോൾ, ഏത് വിഷയമാണോ നിന്റെ ഇൻഫീരിയോറിറ്റിക്ക് കാരണമായിരുന്നത്, എവിടെയാണോ നീ ബലഹീനനായിരുന്നത്, അതേ വിഷയം ദൈവം നിനക്കൊരു അത്ഭുതമാക്കി മാറ്റും. വേശ്യാപുത്രനായിരുന്ന ഇബ്താഹിനെ എടുത്ത് അധികാരിയാക്കിയ ദൈവം ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ബലഹീനതയ്ക്കകത്ത് ദൈവം ചിലത് ചെയ്യാം? If you ignite the prophetical anointing in you, നിന്റെ അകത്തു കിടക്കുന്ന പ്രവാചക അഭിഷേകത്തെ നീ തൊട്ടുണർത്തിയാൽ, നിന്നെ നോക്കി ബലഹീനനെന്ന്, നിന്നെ നോക്കി കഴിവുകെട്ടവനെന്ന്, നിന്നെ നോക്കി വിമർശിച്ച അതേ വിഷയത്തിനകത്ത്
രണ്ടാമത്തെ പ്രാവശ്യം പാറയുടെ അടുക്കൽ പോയപ്പോ അമേ ബലഹീനമായ വടിയെ കൊണ്ട് പാറയെ തകർക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്, ബലഹീനമായ നാക്കുകൊണ്ട് പാറയെ തകർക്കുവാനാണ്. അമേ ഒരു പ്രൊഫറ്റിനെ ദൈവം വിളിച്ചു പറഞ്ഞിരിക്കുമ്പോൾ അവന്റെ ബലഹീനതയാണ് ദൈവത്തിന്റെ ടൂള്. അമേ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ സീറ്റ് ചെയ്യോ. ഇന്ന് പകൽക്കാല നിന്റെ ബലഹീനത നിന്റെ ശാപമല്ല, നിന്റെ ഡ്രോബാക്ക്, നിന്റെ വിധിയല്ല. എവിടെയാണ് ഒരു 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 ബ്ലാക്ക് മാർക്ക്, എവിടെയാണ് ഒരു സ്റ്റെയിൻഡ് സ്പോട്ട് നിന്റെ മേൽ കിടക്കുന്നത്, അതിനകത്താണ് ദൈവത്തിന് ചിലത് ചെയ്യാനുള്ളത്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ ബലഹീനതയാണ് ഒരു പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം തൊട്ട് കഴിഞ്ഞാൽ അവൻ ഏതിൽ ബലഹീനപ്പെട്ടിരിക്കുന്നു അവന്റെ ബലഹീനത അവന്റെ ജയമായി മാറ്റപ്പെടും. അതുകൊണ്ട് സംഖ്യാപുസ്തകം 17 അധ്യായം 8 വാക്യത്തിൽ ദൈവം പറഞ്ഞു, എല്ലാവരുടെയും വടിമേൽ ഗോത്രത്തിൻ്റെ പേരെഴുതണം എന്ന് പറഞ്ഞ വലിയപ്പച്ചൻ്റെ പേരും കുടുംബത്തിൻ്റെ പേരും ഒക്കെ എഴുതണം. പക്ഷേ അഹരോൻ്റെ വടിയുടെ മേളിൽ ലേവിയുടെ പേര് എഴുതാൻ പറ്റത്തില്ല. കാരണം ലേവിയുടെ കുടുംബത്തിലുള്ളവർ പോലും അഹരോന് സൈഡല്ല. അഹരോൻ്റെ വടിമേൽ എഴുതാൻ അപ്പൻ്റെ പേരില്ല, അഹരോൻ്റെ വടിമേൽ എഴുതാൻ കുടുംബക്കാരുടെ പേരില്ല, അഹരോൻ്റെ വടിമേൽ എഴുതാൻ ഗോത്രത്തിൻ്റെ പേരില്ല, അഹരോൻ്റെ വടിമേൽ എഴുതാൻ കുലത്തിൻ്റെ പേരില്ല, അഹരോൻ്റെ വടിമേൽ എഴുതാൻ ഒരൊറ്റ പേരേ ഉള്ളൂ. ആരുടെ പേര്? അവൻ്റെ പേരേ ഉള്ളൂ എഴുതാൻ. അവന് കൂടെ നിൽക്കാൻ ആരുമില്ലെന്നേ, അവന് വേണ്ടി കരുതാൻ ആരുമില്ലെന്നേ. പക്ഷേ വെട്ടിയെടുത്ത അഹരോൻ്റെ വടിയെ, ആരുമില്ലാത്ത അഹരോൻ്റെ വടിയെ അന്ന് ഇരുട്ടിനകത്തിരുത്തി ദൈവം തളർപ്പിക്കാൻ തുടങ്ങി. സൂര്യ വെളിച്ചം കാണാത്ത വടിയെ, മഞ്ഞും മഴയും ഏൽക്കാത്ത വടിയെ, ആമേൻ, ആ വടി തളിർക്കണമെങ്കിൽ വേറെ വെള്ളം കൊണ്ട് കൊടുക്കേണ്ടിയത്, ആ മരത്തിൻ്റെ സ്റ്റെമ്മ വെള്ളം കൊണ്ട് കൊടുക്കേണ്ടിയത്. പക്ഷേ അഹരോൻ്റെ വടിയുടെ സ്റ്റെമ്മുമായിട്ടുള്ള കണക്ഷൻ പോയി, റൂട്ടുമായിട്ടുള്ള കണക്ഷൻ പോയി. നിന്നെ സഹായിക്കേണ്ടിയവർ പോലും, നിന്നെ തുണയ്ക്കേണ്ടിയവർ പോലും തിരിഞ്ഞു നിന്ന് നിന്റെ നേരെ കൊഞ്ഞനം കുത്തുമ്പോ നീ അറിയണം, അഹരോൻ്റെ വടിയെ തളിർപ്പിച്ച തിരുനിവാസത്തിന്റെ ഇരുട്ടിനകത്ത് ആ രാത്രിയിൽ അതിനെ തളിർപ്പിച്ച ഒരു ദൈവം ഇന്നൊരു രാത്രി നിന്റെ ദൈവമാണ്. നീ ഒരു പ്രവാചകനാണെങ്കിൽ നിന്റെ അപ്പന്റെ FD-ക്കകത്തു നല്ല ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. നീ ഒരു പ്രവാചകനാണെങ്കിൽ നിന്റെ ശൂന്യതയ്ക്കകത്ത് നിന്ന് ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത്. നീ ഒരു പ്രവാചകനാണെങ്കിൽ നിന്റെ സഭക്കാരുടെ കൈത്താങ്ങലിലല്ല നീ കയറി വരാൻ പോകുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ടിറങ്ങി നിന്നെ പിടിച്ചു നോക്കോ. ഇന്ന് പകൽ നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. നീ ഒരു പ്രവാചകനല്ലേ? നീ ഒരു പ്രവാചകിയല്ലേ? നീ പലപ്പോഴും ചോദിച്ചെന്താ, സ്റ്റെമ്മിൽ നിന്ന് എനിക്ക് വെള്ളം കിട്ടുന്നില്ല, റൂട്ടിൽ നിന്ന് എനിക്ക് വെള്ളം കിട്ടുന്നില്ല, എനിക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല, എനിക്ക് മഞ്ഞും മഴയും കിട്ടുന്നില്ല, കർത്താവേ വളരാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല, തുണയ്ക്കേണ്ടിയവർ പോലും എതിരെ നിന്ന് കൊഞ്ഞനം കുത്തുക. കർത്താവേ ഞാൻ എന്ത് ചെയ്യണോ? നീ ഒരു പ്രവാചകനാ, നീ ഒരു പ്രവാചകനാ. നിന്റെ ബലഹീനതയിലാ എനിക്ക് പ്രവർത്തിക്കാനുള്ളത്. വെട്ടപ്പെട്ട വടിയെ അവൻ തളർത്തു, വെട്ടപ്പെട്ട വടിയെ അവൻ പൂത്തൂക്കുമാറാക്കി, വെട്ടപ്പെട്ട വടിയിൽ നിന്ന് അവൻ ഫലം കഴിക്കുമാറാക്കി. ബലവാന്മാരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിൽ അത് സാധാരണമാണ്. പക്ഷെ ബലഹീനനെ കൊണ്ട് ദൈവം എന്തെങ്കിലും ചെയ്യിക്കുമെങ്കിൽ അതൊരു പ്രവാചകന്റെ അഭിഷേകമാണ്. ഇന്ന് പകൽ നിന്റെ മേലൊരു പ്രവാചക അഭിഷേകം വീണ് കിടപ്പുണ്ട്. നീ എന്തിൽ തല താഴ്ത്തി കുനിച്ചു നിന്നോ അതാ നിന്റെ ജയം.
പ്രവാചകനെ, യെരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രവാചകൻ്റെ ഒരു ദൗത്യത്തെ ഇങ്ങനെ പറയുക. യെരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിർമൂലമാക്കുവാനും പൊളിക്കാനും നശിപ്പിക്കാനും ഇടിച്ചു കളവാനും പണിയാനും നടുവാനും വേണ്ടി ഞാനിന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ഒരു രാജാവ് എവിടെ ഭരിക്കും? ഒരു രാജാവ് എവിടെ ഭരിക്കും? തൻ്റെ രാജ്യത്തിൽ ഭരിക്കും. ഒരു പുരോഹിതൻ എവിടം ഭരിക്കും? തൻ്റെ ആലയം ഭരിക്കും. പുരോഹിതൻ ആലയം ഭരിക്കും. രാജാവ് നാട് ഭരിക്കും. പ്രവാചകനോ? ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും. ഒറ്റ വാക്കി പറയാവോ? ഞാനതിനെ ഇങ്ങനെ പറയാം: പുരോഹിതൻ ആലയം ഭരിക്കും, രാജാവ് നാട് ഭരിക്കും, പ്രവാചകൻ ലോകം ഭരിക്കും. സകലത്തെയും അവൻ ഭരിക്കും. നിനക്കൊരു പുരോഹിതനാകണോ? നിനക്കൊരു രാജാവാകണോ? നിനക്കൊരു പ്രവാചകനാകണോ? പുരോഹിതൻ ആലയം ഭരിക്കും, രാജാവ് നാട് ഭരിക്കും, പ്രവാചകൻ ലോകം ഭരിക്കും. നീ പൊളിക്കും, നീ പണിയും, നീ പിഴുവും, നീ നടും. പുരോഹിതൻ്റെ അധികാരത്തിനൊരു ടെറിട്ടറിയുണ്ട്. രാജാവിൻ്റെ അധികാരത്തിന് ഒരു ബോർഡറുണ്ട്. പക്ഷെ പ്രവാചകൻ്റെ അധികാരത്തിന് there is no territory, there is no border. നീ ഇന്നിവിടെ നിന്ന് പ്രവചിച്ചാൽ കടലുകൾക്കപ്പുറത്ത് ചിലത് സംഭവിക്കും. നീ ഇന്നിവിടെ നിന്ന് പ്രവചിച്ചാൽ രാജ്യങ്ങൾക്കപ്പുറത്ത് ചിലത് തുറക്കും. ജീസസ്. രാജാവ് നാട് ഭരിക്കും, പുരോഹിതൻ ആലയം ഭരിക്കും, പക്ഷെ പ്രവാചകൻ ലോകം ഭരിക്കും. ഞാൻ ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-19. എന്നാൽ ഇപ്പോൾ ആളയച്ച എല്ലാ ഇസ്രായേലിനെയും, ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും, ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേർ പർവ്വതത്തിങ്കൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. ടു കൺഫ്രണ്ട് ദ ഡിമോണിക് പ്രൊഫറ്റ്സ്. നിന്റെ മേലിൽ ദൈവം ഒരു പ്രവാചക അധികാരം വിട്ടത് എന്തിനാണെന്നറിയാമോ? 3.5 വർഷം കാക്കയുടെ അപ്പം വിധവയുടെ അപ്പം തീറ്റിച്ച് നിന്നെ ഒതുക്കിയിട്ടത് എന്തിനാണെന്നറിയാമോ? നിന്നെ വേദനയ്ക്കകത്തും കഷ്ടതയ്ക്കകത്ത് ഒതുക്കിയിട്ടത് എന്തിനാണെന്നറിയാമോ? അന്ധകാര ശക്തികളെ, പൈശാചിക ബലങ്ങളെ പിടിച്ചു കെട്ടാൻ. ഏലിയാവ് എത്ര പേരെയാ കർമ്മേലിലേക്ക് ഇൻവൈറ്റ് ചെയ്തതെന്നറിയാമോ? എത്ര പേരെയാ ഇൻവൈറ്റ് ചെയ്തേ? 850 പേരെ. എത്ര പേരാ വന്നതെന്നറിയാമോ? 450 പേര്. ഏലിയാവിൻ്റെ ക്ഷണക്കത്ത് കിട്ടിയപ്പോഴേ 400 പേര് ഔട്ട്. അവൻ ഒളിപ്പടം തേടിപ്പോയി. ഇന്ന് പകൽ ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാം. നിന്റെ പ്രവാചക അധികാരത്തിൽ നീ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ നിന്റെ പകുതി പ്രശ്നവും തീരും. നിന്റെ പ്രവാചക അധികാരത്തിൽ നീ എഴുന്നേറ്റ് നിന്നൊന്ന് ശബ്ദിച്ചു തുടങ്ങിയാൽ തന്നെ നിന്റെ പകുതി പ്രശ്നം തീരും. 850 പ്രവാചകന്മാരെ ഊട്ടി വളർത്തി, പക്ഷെ കർമ്മേലിൽ വരാൻ 400 പേർക്ക് നട്ടലില്ലായിരുന്നു. വാഴപ്പിണ്ടിയുള്ള അശേരയുടെ പ്രവാചകന്മാരെ അകത്ത് കയറിയിരുന്നപ്പോൾ 450 എണ്ണത്തിനെ വരാൻ പറ്റിയുള്ളൂ. പക്ഷേ 450 കബാലിൻ്റെ പ്രവാചകന്മാർ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് കർമ്മേലിൻ്റെ പർവ്വതത്തിൽ കയറി വന്നത്. എങ്ങനെയാണെന്നറിയാമോ? പല പ്രാവശ്യം അവൻ തുള്ളിയും ചാടിയും തീ ഇറക്കിയിട്ടാണ് അവർ കർമ്മേലിൻ്റെ പർവ്വതത്തിൽ കയറി വന്നത്. പൊട്ടന്മാരൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ വന്നിട്ട് യാഗപീഠം ഒരുക്കി തീ കത്തിക്കാമെന്ന് പറഞ്ഞ് നിന്നോ. പക്ഷേ ഇപ്പുറത്തൊരു കൃഷഗാത്രനായ മനുഷ്യൻ, 3.5 വർഷം ദാരിദ്ര്യത്തിൻ്റെ കഷ്ടതയുടെ അപ്പം തിന്നു വന്ന മനുഷ്യൻ, അപ്പുറത്ത് 450 പ്രവാചകന്മാര്, രാജാവിൻ്റെ അരമനയ്ക്കകത്തുനിന്ന് പുട്ടടിച്ചവന്മാര്, കഴിഞ്ഞ 3.5 വർഷം നാട്ടിൽ സകലർക്കും പട്ടിണിയായിട്ട് ഈ 450 അവന്മാർക്ക് രാജാവിൻ്റെ മേശയെങ്കിൽ നിന്ന് 1-ാം
മൂന്നാം തരം ഭക്ഷണമായിരുന്നു. പക്ഷേ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞെരുക്കത്തിലും കണ്ണുനീരിലോ കാലം കഴിച്ച ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിൽ വന്നു നിൽക്കുമ്പോൾ ഇവന്റെ പ്രാക്ടീസോ, ഇവന്റെ ഒക്കൾട്ടോ, ഇവന്റെ സോർസറി, ഇവന്റെ വിച്ച് ക്രാഫ്റ്റ് ഒന്നും വില പോയില്ലെന്നേ. അവൻ തുള്ളിയിട്ടും ചോര വരുത്തിയിട്ടും കമഴ്ന്നു കിടന്നിട്ടോ മറിഞ്ഞുകുത്തിയിട്ടോ ഒരു തീ പോയിട്ട് തീപ്പൊരി പോയിട്ട് പുക പോലും ഉണ്ടായില്ലെന്നേ. Amen. To subdue the powers of the demonic authorities. നിന്നെ ദൈവം ചില നാളുകളായി കഷ്ടതയ്ക്കകത്ത്, വേദനയ്ക്കകത്ത്, കണ്ണുനീരിനകത്ത് പ്രവാചകി നിന്നെ നടത്തിവിട്ടത്, നിന്നെ കൊണ്ട് ദൈവത്തിന് ചില ഭൂതങ്ങളെ, ചില അന്ധകാര ശക്തികളെ പൊളിച്ചടുക്കാനാ ഇന്ന് പകൽക്കാല. എന്തിനീ കഷ്ടത, എന്തിനീ സങ്കട, എന്തിനീ പോരാട്ട, എന്തിനീ സരപ്ത, എന്തിനീ കരീത്ത്, എന്തിനീ കാക്ക, എന്തിനീ ദോശ, എന്തിനീ വേദന. ഏലിയാവേ, നിന്റെ മേളിൽ ഒരു പ്രവാചക തീ കിടപ്പുണ്ട്.